ഹലോ, നമസ്കാരം. ചില ആളുകൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ദാസനും വിജയനൊക്കെ കേരളത്തിൽ നിന്ന് ഭരണം വിട്ടിട്ട് കുറച്ച് ദിവസമായ ചില വീഡിയോകൾ കാണുമ്പോൾ അതാണ് നമ്മൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഓഫീസിലൊന്നും അങ്ങനെ ഒരു പോലീസും കയറി പരിശോധന നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് അനുവാദമൊന്നും നിങ്ങൾക്കില്ല. അത് ഇപ്പോഴും ഭരിക്കുന്നത് ദാസനും വിജയനുമാണെന്നുള്ള ഒരു ചിന്തയിലാണ് ചിലരുടെ പത്രങ്ങളോടുള്ള മറുപടി. അതെ, ജനങ്ങളോടുമുള്ള മറുപടി. ചിലര് അല്ലിക്ക് ആഭരണം മേടിക്കാൻ പോയ സമയത്ത് ഇവിടെ ഭരണം മാറിയതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വേണം നോക്കാൻ. ഇന്നിപ്പോ ഈ ഓഫീസിനകത്തേക്ക് കയറാൻ പോവുകയാണ് പോലീസ്. ഒരു കാരണവശാലും കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ഒരു പോലീസുകാരൻ മതിയാറില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കയറാൻ ഒക്കില്ല. ഞങ്ങൾ നേരെ ആക്രമണം നടത്തിക്കൊണ്ടല്ലാതെ പോലീസിൽ ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല. ഞങ്ങൾ ശക്തിയായി ചെറുക്കും. ഞങ്ങളുടെ ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ പോലീസിന് ഈ ഓഫീസിനകത്ത് പ്രവേശിക്കാനാവില്ല എന്ന കാര്യം ഉത്തരവാദിത്തോടെ ഞാൻ ആലോചിച്ച് നോക്കണേ. ഇത് പറയുന്നത് ജനങ്ങളോടാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ക്രിമിനലുകളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് എത്തുന്നു. ആ പോലീസ് ക്രിമിനലുകൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം, അത് അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, പാർട്ടി ഓഫീസാകട്ടെ, ചിലപ്പോൾ കയറേണ്ട അവസ്ഥയുണ്ടാവും. കയറും, അവരെ പിടിക്കുകയും ലാത്തിച്ചാർജും അത്തരം സിറ്റുവേഷനിലൊക്കെ ഉണ്ടാവും. ഇവിടെ പോലീസ് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഒരു ക്രമസമാധാന പ്രശ്നം വഷളാക്കണ്ട എന്ന് ചിന്തിച്ച് പോലീസ് എടുത്ത ഒരു ഉചിതമായ തീരുമാനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ ഇത്തരം ആളുകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഇത്തരം ഓഫീസുകളെ ഭയക്കുന്ന ഒരു പോലീസോ ഒരു ഭരണ സംവിധാനമോ അല്ല കേരളത്തിലുള്ളത്. ചിലവർ ഇപ്പോഴും കരുതുന്നത് ദാസനും വിജയനും തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എല്ലാ സാറന്മാരെ അതൊക്കെ മാറി. നിങ്ങൾ എപ്പോഴാണ് ഇത് അറിയാത്തതെന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ തോൽവി നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഭരണന്മാരെ എന്നുള്ളത്. അതെ, നിങ്ങൾ അല്ലിക്ക് ആഭരണം മേടിക്കാൻ പോയപ്പോഴാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്ടറെ കാണാൻ പോയപ്പോഴാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഭരണം മാറിയിരിക്കുന്നു. അതെ, പോലീസിന്റെ രീതികളും മാറിയിരിക്കുന്നു. നിങ്ങളുടെ പഴയ ആ ആസൂത്രണ പരിപാടികൾ ഇനി ഇവിടെ വേറുമെന്ന് കരുതണ്ട. ജനം എല്ലാം കേൾക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിവരക്കേടുകൾ വീണ്ടും വീണ്ടും ജനം കേട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. 10 വർഷക്കാലം പൊറുതിമുട്ടി അതേ ജനം ഇപ്പോൾ ഈ ഉള്ള ഗുണ്ടായുസവും വേണ്ടി ഇനി പൊറുതിമുട്ടാനാണ് സാധ്യത. എല്ലാവിധ ആശംസകളും ഇത്തരം ആളുകൾക്ക് നേരുക എന്നല്ലാതെ വേറെ എന്ത് പറയാൻ, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനം ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വിവരക്കേടുകൾ കണ്ണു തുറന്ന് കണ്ടതിന്റെ പ്രതിഫലനമാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ തോൽവി എന്ന് തിരിച്ചറിവില്ലാത്തത് നിങ്ങൾക്ക് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാണ്. ഇനിയും നിങ്ങൾ ഈ നില തന്നെയാണ് പ്രതിപക്ഷത്തിരുന്ന് തുടരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വാക്കുകളാണ് നിങ്ങൾ ജനങ്ങളോട് കൊടുക്കുന്നതെങ്കിൽ ചിരിച്ച് 5 വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് മതിയാവില്ല. എന്താ, ശരിയല്ലേ?